നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം ബോട്ട് പാർട്ട് 11 ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ട് 1 മുതൽ 10 വരെ കാണാത്ത മച്ചാമാർ 11 കാണുന്നുണ്ടാകും, പെട്ടെന്ന് പോയിട്ട് അത് കാണാം. അത് കണ്ടിട്ട് മാത്രം നമുക്കിത് കണ്ടിട്ട് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എന്ത് സെറ്റാക്കുന്നതിൽ പറഞ്ഞത്, ഇന്നത്തെ വീട്ടിൽ നമ്മൾ സെറ്റാക്കുന്നത് എന്തൊക്കെ രീതിയിൽ നമുക്ക് മെസ്സേജ് സെറ്റാക്കാൻ പറ്റും, അതായത് ടെക്സ്റ്റ് എന്തൊക്കെ രീതിയിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും, പിന്നെ എങ്ങനെ ടെക്സ്റ്റിലേക്ക് ലിങ്ക് സെറ്റാക്കുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാവുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ മച്ചാമാർക്ക് അറിയും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്ത മച്ചാമാരുണ്ടെങ്കിൽ നോക്കുക, പിന്നെ അറിയുന്ന മച്ചാമാരുണ്ടെങ്കിൽ നോക്കിയെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ്, എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഞാനിവിടെ പറയാത്തൊന്നും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എനിക്ക് പറഞ്ഞ് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചു തന്നാൽ മതി. ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ സപ്പോർട്ട് ഗ്രൂപ്പുണ്ട്, പൈരോഗ്രാമിൽ അതിൽ വന്നിട്ട് ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ എഡിറ്റിംഗ് ആക്കുന്നത് എന്താക്കേണ്ടത് വെച്ചാൽ ഈ ഒരു പൈരോഗ്രാമിൻ്റെ സെക്ഷൻ, അതായത് പൈരോഗ്രാമിൽ മാത്രമല്ല ഈ ഒരു സംഭവം സെറ്റാക്കാൻ പറ്റുന്നത്. പൈത്തൻ്റെ എന്തൊക്കെ ലൈബ്രറി ഉണ്ടോ അതിലൊക്കെ നമുക്കിത് സെറ്റാക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് എല്ലാ ലൈബ്രറിയിലൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബോൾഡ് മെസ്സേജ് എങ്ങനെ സെറ്റാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പോൻ്റെ എഡിറ്റിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാണ്ട്, അപ്പോൾ നമുക്ക് 2 മെത്തേഡ് ഉണ്ട് ഈ ബോൾഡ് സെറ്റാക്കുന്നതിന്. ഒന്നാമത്തത് HTML, രണ്ടാമത്തത് ഞാൻ അതിന് പേര് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ടെലഗ്രാം മെത്തേഡ്. പിന്നെ ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ഞാൻ എല്ലാ സമയത്തും പറഞ്ഞു തരത്തില്ല, ഇടാൻ ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റ് ഇപ്പം തന്നെ ഫസ്റ്റ് തന്നെ കാണിച്ചത് എൻ്റെ ടെക്സ്റ്റ് വെയിറ്റിൻ്റെ മീത്തയാണുള്ളത്. ഓക്കെ, പിന്നെ കോമ ആണെങ്കിൽ 3 കോമയാണുള്ളത്. ഓക്കെ, 3 കോമേൻ്റെ യൂസേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്തെന്ന് അറിയും വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റിൻ്റെ ആടെ ഞാനിപ്പോൾ എന്ത് കൊടുക്കുന്നത് വെച്ചാൽ 2 സ്റ്റാർ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടെലഗ്രാമിൽ എങ്ങനെയാണ് ബോൾഡ് മെസ്സേജ് സെറ്റ് ആക്കുന്നത് അതുപോലെ തന്നെ 2 സ്റ്റാർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹലോ എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ഒന്ന് നോക്കാവുന്നത് ടെലഗ്രാം മോഡാണിത്. ഓക്കെ, ഫസ്റ്റും ലാസ്റ്റും 2 സ്റ്റാർ ഇട്ട് കൊടുത്താൽ ബോൾഡായി കിട്ടും. ഓക്കെ, ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. ഓക്കെ, ഈ ടെലഗ്രാം മോഡ് എല്ലാത്തിലേക്കും സപ്പോർട്ട് ആകുന്നില്ലെങ്കിൽ HTML മോഡ് എല്ലാത്തിലേക്കും സപ്പോർട്ടാകും. ഇതാണ് HTML മോഡ്. ഓക്കെ, ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് കൊടുത്തിട്ട് ബി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് അതുപോലത്തെ ഒരു കൊമ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു കൊമ. ഓക്കെ, കൊമ അല്ല, ഏറോ മാർക്ക്. ഓക്കെ, എൻ്റെ അതിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ട എത്ര വലിയ ടെക്സ്റ്റാണ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കാം. എടുത്തൊരു കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ /ബാർ. ഓക്കെ, സ്ലാഷ് ഇട്ട് കൊടുക്കാം. /സ്ലാഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കീബോർഡിൽ കാട്ടിക്കാൻ പറ്റുന്നില്ല ബ്രഷ് എടുക്കുമ്പോൾ. സ്ലാഷ് ഇട്ട് കൊടുത്തിട്ട് ബി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റത്തേൽ സ്ലാഷിൽ, രണ്ടാമത്തേക്ക് സ്ലാഷ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് തുടങ്ങുന്നിടത്തേക്ക് സ്ലാഷിൻ്റെ ആവശ്യമില്ല, ബി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തേലേക്ക് സ്ലാഷിൻ്റെ ആവശ്യമുണ്ട് ബീൻ്റെ ഇടയിൽ. ഓക്കെ, വേറൊന്നും വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ബോൾഡ് മെസ്സേജ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കറിയുന്ന പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അറിയുന്നില്ലായിട്ട് ഞാനത് എന്ത് സംഭവം എന്ന് പറഞ്ഞുതരാതെ പോകുന്നില്ല. നല്ല നേരെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ബോൾഡ് മെസ്സേജ് ഇങ്ങനെയാണ് സെറ്റാക്കുന്നത്. നിങ്ങൾ നേരെ കമൻറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നോക്കാവുന്നത് എന്താ വെച്ചാൽ ചെരിഞ്ഞിട്ടുള്ള അക്ഷരം, ഇറ്റാലിക്കൽ എന്നൊരു സംഭവമാണിത്. അപ്പോൾ ഞാൻ എഡിറ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫസ്റ്റ് ചെക്കാക്കാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ടെലഗ്രാം മോഡാണ്. ടെലഗ്രാം മോഡ് എന്ന് വെച്ചാൽ ടെലഗ്രാമിൽ സെറ്റാക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെയാണ് സെറ്റാക്കുന്നത്. 2 അണ്ടർസ്കോയർ ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 എണ്ണം. ഓക്കെ, 1 2 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. എത്ര വലിയ ടെക്സ്റ്റാണ് ഇട്ട് കൊടുത്തത് 2 എണ്ണം ഇട്ടിട്ട് ക്ലോസ് ആക്കാം. ആദ്യം എങ്ങനെ ചെയ്താൽ അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ചെരിഞ്ഞിട്ടുള്ള അക്ഷരം സെറ്റാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സെറ്റാക്കുന്നത് HTML മോഡാണ്. ഓക്കെ, അടുത്ത സൈഡിലേക്ക് പോകുന്ന കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ നേരെ ചെക്കാക്കി നോക്കണം. ഫസ്റ്റത്തേക്ക് അടുത്ത സൈഡിലെ കോമ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കോമ ബെൽറ്റ് സൈഡിലൊരു കോമ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണ്ട ടെക്സ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു നടുവിൽ ആണ്, നമ്മൾ നേരത്തെ ചെയ്തത് ബി ആണ്. ഓക്കെ, ഹലോ എന്ന് ഇട്ട് കൊടുക്കാം. ഹലോ ബ്രോ എന്ന് ഇട്ട് കൊടുത്താൽ. ഓക്കെ, എന്നിട്ട് അടുത്ത സൈഡത്തെ കോമ അതിൻ്റെ ഉള്ളിൽ സ്ലാഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വലത്തെ സൈഡത്തെ കോമ ഇട്ട് കൊടുക്കാം. ആരോ ഇട്ട് കൊടുക്കാം. കോമ തന്നെ ചെല്ലി പോകുന്നത്, ആരോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക്
ചേർന്നിട്ടുള്ള അക്ഷരം സെറ്റാവും. ഓക്കെ, ഇത് നമ്മൾ ടെലഗ്രാം മോഡ് എല്ലാത്തിലേക്ക് സപ്പോർട്ടാവും, അല്ലെങ്കിൽ HTML മോഡ് എല്ലാത്തിലേക്ക് സപ്പോർട്ടാവും. രണ്ടാമത്തെയാണ് HTML മോഡ്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഈ ടെക്സ്റ്റിൽ നമുക്കൊന്ന് വ്യത്യാസം കാണും. ഇത് മോന് ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്ത് കിട്ടും, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഫയൽ എഡിറ്റിനായാലൊക്കെ ഓപ്ഷനിലേക്ക് പോവാണ്. ഓക്കെ, ഇനി നമുക്ക് 2 മോഡുണ്ട്, ടെലഗ്രാം മോഡും HTML മോഡും ഉണ്ട്. ഓക്കെ, ഇനി 2 മോഡുണ്ട്. അപ്പോൾ 2 മോഡ് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് HTML മോഡല്ല, ടെലഗ്രാം മോഡാണ്. ഓക്കെ, ടെലഗ്രാം മോഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, ചേർന്നിട്ടുള്ള ഒരു കോമ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എഴുതി കൊടുക്കാം. വേണ്ട ടെക്സ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ അതേപോലത്തെ ഒരു കോമ ഇന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, എത്ര വലിയ ടെക്സ്റ്റ് ആണെന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതുപോലത്തെ ഒരു കോമ ആദ്യം ഇട്ട പോലെ തന്നെ കോമ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റത്താണ് ടെലഗ്രാം മോഡ്. നമുക്ക് ഇന്ന് സെറ്റാക്കാൻ പോകുന്നത് HTML മോഡാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു അടുത്ത സൈഡത്തെ ഒരു ആരോ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബെൽറ്റ് സൈഡിലേക്കുള്ള ഒരു കോമ ആരോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. ഹലോ ബ്രോ സുഖമാണോ എന്തുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഹലോ സുഖമാണോ എന്തുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സൈഡിലേക്കുള്ളൊരു ആരോ എൻ്റെ സ്ലാഷ് കോഡ് എൻ്റെ ഒരു വലത്തെ സൈഡിലേക്കുള്ളൊരു ആരോ. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ കമൻറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മോനോ ടെക്സ്റ്റ് ആയി കിട്ടും. മോനോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്ത് കിട്ടുന്ന പോലത്തേതാണ്. ഓക്കെ, മോനോ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സ്പോയിലർ മെസ്സേജാണ്. സ്പോയിലർ മെസ്സേജ് പുതിയ അപ്ഡേറ്റിൽ വന്നതാണ് ടെലഗ്രാമിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് HTML ഫോർമാറ്റ് അറിയത്തില്ല, ടെലഗ്രാം ഫോർമാറ്റ് മാത്രമാണ് എനിക്കറിയുന്നത്. ഓക്കെ, HTML ഫോർമാറ്റ് അറിയുന്ന മച്ചാൻ പറഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് എങ്ങനെ പറഞ്ഞുതരാം. ഇതുപോലത്തെ 2 സ്ട്രൈറ്റുള്ള 2 വര ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ട്രൈറ്റുള്ള 2 വര 1 2. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. എത്ര വലിയ ടെക്സ്റ്റ് ആയാലും പ്രശ്നമില്ല. ഓക്കെ, വലിയ ടെക്സ്റ്റ് എഴുതി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 എണ്ണം ആദ്യം ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 2 അപ്പോൾ ഇതാണ് ടെലഗ്രാം ഫോർമാറ്റ്. HTML ഫോർമാറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം 2 അവസാനം 2. എൻ്റെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാവുന്ന ഒരു ടെക്സ്റ്റിൻ്റെ സെൻറ്ററിൽ കൂടിയിട്ട് ഒരു വര വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ടെലഗ്രാം കോഡ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അതിൻ്റെ HTML ഫോർമാറ്റ് കോഡ് എനിക്കറിയത്തില്ല. അപ്പോൾ അറിയുന്നവരൊന്ന് മച്ചാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതുപോലത്തെ 2 ഓക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് തിരിഞ്ഞിട്ടുള്ള സംഭവം 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കീബോർഡിൽ ഒരു സംഭവം ഉണ്ടാവും. എൻ്റെ ഹലോ ബ്രോ എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര വലിയ ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. എൻ്റെ ആദ്യം ചെയ്ത പോലെ തന്നെ അവസാനം 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ സെൻറ്ററിൽ ഒരു ലൈന് വീണിട്ടുണ്ടാവും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എൻ്റെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർലൈനാണ്. ഓക്കെ, അണ്ടർലൈൻ മനസ്സിലായിട്ടുണ്ടാവും. അടിയിലൊരു വേറെ ടെക്സ്റ്റിൻ്റെ അടിയിലൊരു വേറെ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് HTML ഫോർമാറ്റ് മാത്രമേ ഒരു ടെലഗ്രാമിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞുവിടാം. അപ്പോൾ ഇത് അടുത്ത സൈഡിൻ്റെ ഇതുപോലത്തെ ആരോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ U ഇട്ട് കൊടുക്കാം. എന്നിട്ട് വലത്തെ സൈഡിൻ്റെ ആരോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് വീണ്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ അടിയിൽ കുറച്ച് ടെക്സ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അണ്ടർലൈൻ വന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് U ആണ്. ഓക്കെ, അടുത്ത സൈഡത്തെ ഒരു ആരോ സ്ലാഷ് ബാർ U ഇട്ട് കൊടുക്കാം. എൻ്റെ വലത്തെ സൈഡത്തെ ഒരു ആരോ എൻ്റെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതായി കിട്ടും. എന്താണെന്ന് വെച്ചാൽ അണ്ടർലൈൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അണ്ടർലൈനിൽ സെറ്റാക്കുന്നത് ഇങ്ങനെയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മെസ്സേജിലൊക്കെ അങ്ങനെ ലിങ്ക് സെറ്റാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ഫോർമാറ്റും ഉണ്ട്, ഇനി HTML ഫോർമാറ്റും ഉണ്ട്. ഓക്കെ, HTML എല്ലാത്തിലേക്കും വർക്കാണ്, ടെലഗ്രാം മോഡ് എല്ലാത്തിലേക്കും വർക്കാണ്, HTML എല്ലാത്തിലേക്കും വർക്കാവാൻ സാധ്യതയുണ്ട്. ചിലതിലേക്ക് 2 സപ്പോർട്ടാവും, ചിലതിലേക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം സപ്പോർട്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെലഗ്രാം മോഡ് സെറ്റാക്കുന്നിട്ട്. ഓക്കെ, ടെലഗ്രാം മോഡ് വെച്ചാൽ ഇത് ടെലഗ്രാമിൽ സെറ്റ് ആവത്തില്ല കേട്ടോ. ഈ ഒരു മെത്തേഡ് ടെലഗ്രാമിൽ വർക്കാവത്തില്ല. ടെലഗ്രാമിൽ ബോട്ടിലൊക്കെ സെറ്റാക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് വർക്കാവും, അല്ലാണ്ട് സെറ്റാക്കുന്നത് വർക്കാവത്തില്ല. ഓക്കെ, ഞാൻ ജോയിൻ മൈ ചാനൽ എന്നിട്ട് കൊടുക്കുകയാണ് ടെക്സ്റ്റ്. ഓക്കെ, ടെലഗ്രാം മോഡ് വെച്ചാൽ ടെലഗ്രാമിൻ്റെ ബോട്ടിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് വർക്കാവുന്നുള്ളത്, വേറെ വർക്കാവത്തില്ല. അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ടെലഗ്രാം ബോട്ടം എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് സെറ്റാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമാണ് HTML ഫോർമാറ്റ്. ഓക്കെ, HTML ഫോർമാറ്റ് എങ്ങനെ സെറ്റാക്കാം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത സൈഡിലേക്കുള്ളൊരു ആരോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് A ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. HREF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് =,
ഡബിൾ കോമ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡബിൾ അല്ലെങ്കിൽ സിംഗിൾ ഇട്ട് കൊടുക്കും കോമ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ t.me/ കൊടുക്കാം, അല്ലെങ്കിൽ https:/t.me/ തുടങ്ങാം കേട്ടോ. ഓക്കെ, പിന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഇടനായിട്ട് ഡബിൾ കോമ, ഓക്കെ, ഇടന ഡബിൾ കോമ ഇട്ടിട്ടുണ്ട്. ആ ഡബിൾ കോമ ഇവിടെ വെച്ചിട്ടൊന്ന് ക്ലോസ് ആക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ കോമേൻ്റെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെൽത്തെ സൈഡിലേക്കുള്ള ഒരു കോമ, ഓക്കെ, വെൽത്തെ സൈഡിലേക്കുള്ള ഒരു യാറോ ഇട്ട് കൊടുക്കാം. ഇതാണ് വെൽത്തെ സൈഡിലേക്കുള്ള യാറോ. ഒരു സ്പേസ് വിടാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഞാൻ അവിടെ സ്പേസ് വിട്ടിട്ട് അതിനെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയ ടെക്സ്റ്റാണ് ഏറ്റവും നല്ല. വലിയ ഇതിലേക്കൊന്നും നിങ്ങൾ ഹൈപ്പർ ലിങ്ക് സെറ്റാക്കി കൊടുക്കേണ്ട, അത് നല്ലതല്ല, കാണാൻ രസം ഉണ്ടാകത്തില്ല. എന്നിട്ട് അടുത്ത സൈഡിലേക്കുള്ളൊരു ആറോ എൻ്റെ സ്ലാഷ് എൻ്റെ ഒരു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സ്മോൾ ലെറ്ററിൽ. എൻ്റെ വെൽത്തെ സൈഡിലേക്കുള്ള ഒരു ആറോ. ഓക്കെ, ഐബ്രോ ഒന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, എൻ്റെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റാക്കിയ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹൈപ്പർ ലിങ്കൊക്കെ ഫുള്ളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ഏതൊന്നും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ആരും ചെയ്യാത്തൊരു സംഭവമാണ് ഈ രണ്ട് സംഭവം. കുറച്ച് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ. പാർട്ട് 12 ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.